Hello, welcome back to my channel and I'm your Nimsha Davies. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ എന്താ നോക്കിയത് ടെക്സ്റ്റ് ടു വെക്ടേഴ്സ് അല്ലെങ്കിൽ വേർഡ് ടു വെക്ടേഴ്സ് എന്ന രീതിയായിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. അതിൽ TF IDF ആയിരുന്നു നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതെല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കും. നിങ്ങൾ വീഡിയോ വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്തിട്ട് അല്ലെങ്കിൽ കമൻറ്റ് ചെയ്തിട്ട് വാച്ച് ചെയ്യാനായിട്ട് നോക്കുക. എന്നാലേ നിങ്ങളെപ്പോലെയുള്ള ബാക്കിയുള്ളവരിലും കൂടി ആ ഒരു വീഡിയോ അവിടെ എത്തത്തുള്ളൂ. ഓക്കെ, സോ നമുക്ക് നേരിട്ട് ക്ലാസ്സിലോട്ട് കയറാം. 1 സെക്കൻഡ്. ഓക്കെ, ഈ ഒരു കൺസെപ്റ്റ് നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. TF IDF നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് കൺസെപ്റ്റ് ആണ് എന്ത് വേർഡ് എംബഡിങ്. ഓക്കെ, എന്തായിരിക്കും വേർഡ് എംബഡിങ് എന്ന് പറയാനുള്ളത്? ഞാൻ അതിൻ്റെ ഒരു ഡെഫിനേഷൻ നോക്കിയിട്ടില്ല, നമുക്ക് ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്യാം. വേർഡ് എംബഡിങ്. ഓക്കെ, എന്താ പറഞ്ഞു നോക്കുന്നേ? വേർഡ് എംബഡിങ് ഈസ് എ ടെക്നിക് in NLP that translate words into numerical vectors. എന്തായാലും പറയുന്നേ, വേർഡ്സിനെ വെക്ടേഴ്സിലോട്ട് കൺവേർട്ട് ചെയ്യുന്ന ഒരു NLP ടെക്നിക്കാണ് എന്ത്? വേർഡ് എംബഡിങ്. അതല്ലേ നമ്മൾ ഇത്ര നേരം പഠിച്ചത്? TF IDF, പിന്നെന്താ ബാഗ് ഓഫ് വേർഡ്സ്, വൺ ഹോട്ട് എൻകോഡിങ്, അതൊക്കെ നമ്മൾ പഠിച്ചത് ഏതാണ്? ഈ ഒരു കൺസെപ്റ്റ് ആണ് എന്ത്? വേർഡ് എംബഡിങ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ആണ് നമ്മൾ പഠിച്ചു നോക്കുന്നത്. അവിടെ കൊടുത്തിട്ടുണ്ട്, ഇൻ NLP വേർഡ് എംബഡിങ് ഇസ് എ റെപ്രസെന്റേഷൻ ഓഫ് എ വേർഡ്. ദ എംബഡിങ് ഇസ് യൂസ്ഡ് ഇൻ ടെക്സ്റ്റ് അനാലിസിസ്. ഓക്കെ, നമുക്ക് നല്ലൊരു ഡെഫിനേഷൻ നോക്കാം. ഈ ഒരു ഡെഫിനേഷൻ മതി. ഓക്കെ, ഇവിടെ കൊടുത്തേക്കുന്ന ഈ ഒരു ഡെഫിനേഷൻ നോക്കിയാൽ മതി. വേർഡ് എംബഡിങ് is a technique in NLP that translate into numerical vectors or embeddings. Okay, അപ്പോൾ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്കിപ്പം കുറച്ച് വേർഡ്സ് ഉണ്ട്. ഓക്കെ, നമുക്ക് കുറച്ച് വേർഡ്സ് ഉണ്ട്. എന്താ? വൈറ്റ്, ബ്ലൂ, ഇങ്ങനെ രണ്ട് വേർഡ് ഉണ്ട് നിൽക്കുക. നമ്മൾ എന്ത് ചെയ്യും? ഈ ഒരു വേർഡിനെ അതിന് കറസ്പോണ്ടിങ് വെക്ടേഴ്സിലോട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യുന്നുണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ ഇതിനെ നമ്മളൊരു 2 ഡയമെൻഷണൽ ഗ്രാഫിൽ പ്ലോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? ഏകദേശം അടുത്തായിരിക്കും ഇതിന്റെ കളർ വരുന്നുണ്ടായിരിക്കും, അല്ലെ മാർക്കിങ് വരുന്നുണ്ടായിരിക്കാം, അല്ലേ? 1 സെക്കൻഡ്, again 1 സെക്കൻഡ്. പെയിന്റ്. ഓക്കെ, ഇപ്പോൾ ഞാനൊരു 2 ഡയമെൻഷണൽ ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ ഇതിൽ ഞാൻ വൈറ്റ് ഇവിടെ ഞാൻ മാർക്ക് ചെയ്തു, പിന്നെ ഇപ്പോൾ ബ്ലൂ ആണെങ്കിൽ ബ്ലൂ ഇവിടെ മാർക്ക് ചെയ്തു. അപ്പൊ ഇതിന്റെ രണ്ടിന്റെ തമ്മിലുള്ള ഡിസ്റ്റൻസ് ഏകദേശം അടുത്താണ് വരുന്നത്. ഓക്കെ, എന്നുവെച്ചാൽ അതൊരു സിമിലർ ആണ്, അത് കളേഴ്സ് ആണ് വരുന്നത്. ഇതേ സ്ഥാനത്ത് അടുത്തൊരു വേർഡ് വരാണെങ്കിൽ നമുക്ക് ടീഷർട്ട് എന്ന് പറഞ്ഞിട്ടൊരു വേർഡ് വരാണെങ്കിൽ എന്താ? ഇതിന് എൻറ്റയർലി ഡിഫറെന്റ് ആണ്, അല്ലേ? അപ്പൊ അത് ചിലപ്പോൾ അടുത്തത് അങ്ങനെ ഇവിടെ ഇങ്ങനെ ആയിരിക്കും അതിന്റെ മാർക്കിംഗ് വരും. അപ്പൊ ഇതിന്റെ ഡിസ്റ്റൻസ് എന്താണ്? വളരെ വ്യത്യാസമാണ്. ഓക്കെ, അതല്ലെങ്കിൽ ഇപ്പൊ ഞാൻ ഒരു വേർഡ് എടുക്കാണ്, ഹാപ്പി. എന്നുള്ളൊരു വേർഡ് വരുന്നത് ചിലപ്പോൾ ദേ ഇവിടെ ആയിരിക്കും വരുന്നുണ്ടായിരിക്കാം. ഇനി അതിന് ഓപ്പോസിറ്റ് ആയിട്ട് ഞാൻ സാഡ് എന്നൊരു വേർഡ് എടുത്തുണ്ടാവും, അത് ചിലപ്പോൾ ഇവിടെ ആയിരിക്കും പ്ലോട്ട് ചെയ്തിട്ടുണ്ടായിരിക്കാം. ഓക്കെ, അപ്പൊ അത് എൻറ്റയർലി ഡിഫറെന്റ് ആണ്. ആ ഒരു വെക്ടറിലോട്ട് കൺവേർട്ട് ചെയ്താലും അത് എന്തായിരിക്കും? എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടായിരിക്കും വരുന്നുണ്ടായിരിക്കാം. അപ്പൊ നമ്മൾ എന്താ ചെയ്ത് നോക്കുന്നേ? ഈ ഒരു വേർഡിനെ അതിന്റെ കറസ്പോണ്ടിങ് വെക്ടേഴ്സിലോട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് നമ്മൾ കുറച്ച് ടെക്നിക്കുകൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഏതൊക്കെയായിരുന്നു? വൺ ഹോട്ട് എൻകോഡിങ്, ബാഗ് ഓഫ് വേർഡ്സ്, TF IDF, അല്ലേ? ഇത്ര ടെക്നിക്കുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കും. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ നോക്കുന്നത് എന്താ? വേർഡ് എംബഡിങ് എന്ന് പറഞ്ഞാലും എന്ത് തന്നെയാണ്? ഈ ഒരു കൺസെപ്റ്റ് തന്നെയാണ്. എന്ത്? ടെക്സ്റ്റിനെ ന്യൂമറിക്കൽ വെക്ടേഴ്സിലോട്ട് കൺവേർട്ട് ചെയ്യണം, അല്ലെങ്കിൽ എംബഡിങ് ചെയ്യണം. ഓക്കെ, അപ്പൊ വേർഡ് എംബഡിങ്ങിൽ 2 ടൈപ്പ് വരുന്നുണ്ട്. അതിൽ ഫസ്റ്റ് വൺ ആണ് കൗണ്ട് അല്ലെങ്കിൽ ഫ്രീക്വൻസി ബേസ്ഡ് ആയിട്ടുള്ള വേർഡ് എംബഡിങ് എന്ന് പറയുന്നത്. ഓക്കെ, അതിൽ വരുന്നതാണ് എന്ത്? നമ്മൾ ഈ വൺ ഹോട്ട് എൻകോഡിങ്ങും ബാഗ് ഓഫ് വേർഡ്സും TF IDF എന്നും പറയണത്. ക്ലിയർ ആണോ? ഓക്കെ, ഇനി രണ്ടാമത് വരുന്നതാണ് ഡീപ്പ് ലേണിംഗ് ട്രെയിൻഡ് മോഡൽ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. ഡീപ്പ് ലേണിംഗ് ട്രെയിൻഡ് മോഡൽ, അതിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ് രണ്ടാമത് വരുന്ന വേർഡ് എംബഡിങ് എന്ന് പറയുന്നത്. ഫസ്റ്റത് കൗണ്ട് ഓർ ഫ്രീക്വൻസി ബേസ്ഡും, രണ്ടാമത്തത് ഡീപ്പ് ലേണിംഗ് ട്രെയിൻഡ് മോഡൽ ബേസ് ചെയ്തിട്ടുള്ളതാണ്. അതിൽ വരുന്നതാണ് എന്ത്? വേർഡ് ടു വെക്ട് എന്ന് പറഞ്ഞിട്ടുള്ളത് ഒരു മോഡൽ. വേർഡ് ടു വെക്ട് എന്ന് പറഞ്ഞാൽ
നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന അടുത്തത് വേർഡിനെ വെക്ടറിലോട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യണത്. നമ്മളുടെ ഇവിടെ വൺ വേർഡ് എൻകോഡിങ്ങിലും ബാക്ക് ഓഫ് വേർഡിലും TF-IDF-ലും കുറെ ഡിസഡ്വാൻറ്റേജസ് ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഏതിൽ സോൾവ് ആവുന്നുണ്ടായിരിക്കും? ഈ സെക്കൻഡ് മെത്തേഡിൽ, ഡീപ് ലേണിംഗ് ട്രെയിൻഡ് മോഡൽ മെത്തേഡിൽ അത് സോൾവ് ആവുന്നുണ്ടായിരിക്കും. ഓക്കെ, ഇനി ഈ വേർഡ് വെക്കിൽ അഗെയിൻ നമുക്ക് രണ്ടെണ്ണാക്കിയിട്ട് ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റും. CBO അല്ലെങ്കിൽ കണ്ടിന്യൂസ് ബാക്ക് ഓഫ് വേർഡ്സ് എന്ന് പറയാം. ഓക്കെ, അതേപോലെ തന്നെ പിന്നെ വരുന്നതാണ് സ്കിപ്പ് ഗ്രാഫ്. ഈ രണ്ടെണ്ണമാണ് ഈ ഒരു വേർഡ് വെക്കിന്റെ അണ്ടറിൽ നമുക്ക് വരുന്നുണ്ടായിരിക്കാം. ക്ലിയർ അല്ലേ? CBO എന്ന് വെച്ചാൽ കണ്ടിന്യൂസ് ബാക്ക് ഓഫ് വേർഡ്സ് എന്നാണ് വരുന്നുണ്ടായിരിക്കാം. അപ്പൊ ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഈ ഒരു വേർഡ് വെക്ക് എന്ന് പറഞ്ഞ ഒരു കൺസെപ്റ്റിൽ അതും ഈ രണ്ട് കൺസെപ്റ്റുകളും കൂടിയായിരിക്കും നമ്മൾ നോക്കുന്നുണ്ടായിരിക്കാം. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് CBO ഒക്കെ പഠിക്കണമെങ്കിൽ കുറച്ച് ANN കൺസെപ്റ്റ് കൂടി അറിഞ്ഞിരിക്കാൻ നല്ലതായിരിക്കും. നമുക്ക് നോക്കാം, ആ ഒരു കൺസെപ്റ്റ് നമ്മൾ വരാൻ പോകുന്നേ ഉള്ളൂ, നമ്മൾ പഠിക്കാൻ പോകുന്നേ ഉള്ളൂ. ഡീപ്പ് ലേണിംഗിലോട്ട് കടക്കുമ്പോഴാണ് അത് പഠിക്കുന്നുണ്ടായിരിക്കുക. അപ്പൊ നമുക്ക് എന്തായാലും നോക്കിയിട്ട് എന്ത് ചെയ്യാം, വേർഡ് വെക്ക് എങ്ങനെ നിങ്ങൾക്ക് ഒരു ഡൗട്ട് ഇല്ലാത്ത രീതിയിൽ എങ്ങനെ ക്ലിയർ ചെയ്യാന്നുള്ളത് നമുക്ക് നോക്കാം. ഫൈൻ. ഓക്കെ, സോ ഞാൻ ജസ്റ്റ് ഈ ഒരു ഇൻട്രോ പറയാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഈ വീഡിയോ ചെയ്തത്. നമ്മൾ നാളെ നെക്സ്റ്റ് വീഡിയോ തൊട്ട് എന്ത് പഠിക്കുന്നുണ്ടായിരിക്കും, വേർഡ് വെക്കിന്റെ കൺസെപ്റ്റ് നമ്മൾ പഠിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇതുവരെയുള്ള കാര്യങ്ങൾ, ഇതുവരെ നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്നുകൂടെ ഒന്ന് റിവൈസ് ചെയ്യുന്ന നാളേക്ക്. അപ്പം നാളെ നമ്മൾ അടുത്ത വേർഡ് എംബഡിംഗിൽ സെക്കൻഡ് ടെക്നിക്കായ ഡീപ് ലേണിംഗ് ട്രെയിൻഡ് മോഡൽ യൂസ് ചെയ്തിട്ടുള്ള വേർഡ് വെക്കായിരിക്കും നമ്മൾ കവർ ചെയ്യുന്നുണ്ടായിരിക്കും. ഓക്കെ, താങ്ക് യു.